നമസ്കാരം, വി ടോപ്പ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങളുടെ സമയം നല്ല സമയമാണോ മോശ സമയമാണോ എന്ന്. ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഒരുപാട് പേര് പറയാറുണ്ട്. അതിനെല്ലാം ഒരു പരിഹാരമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അധ്യായത്തിലേക്ക് വരുന്നത്. 27 നക്ഷത്ര ജാതകക്കാരുടെ സമയം അവരുടെ നാളിൽ നല്ല സമയമാണോ മോശ സമയമാണോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എത്ര കാലം വരെ നിങ്ങൾക്ക് നല്ല കാലമുണ്ട്, അതിനുള്ള ചെയ്യേണ്ട കാര്യം, പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നും പറയാം. ആദ്യമായി അശ്വതി നക്ഷത്രത്തിൽ നിന്ന് തുടങ്ങാം. അശ്വതി നക്ഷത്രത്തിൽ സ്ത്രീയോ പുരുഷനോ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾക്കിത് നല്ല സമയമാണ്. കുറെ വർഷത്തേക്ക് ഈ നല്ല കാലം ലഭിക്കും. അതായത് 2025 ചിങ്ങമാസം വരെ നല്ല കാലമായിരിക്കും. നിങ്ങളൊക്കെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതായിരിക്കും. ഭഗവതി നിങ്ങളോടൊപ്പമുണ്ട്. അടുത്തത് ഭരണി നക്ഷത്രക്കാരുടെ ബലമാണ് പറയാൻ പോകുന്നത്. ഇവർക്ക് നല്ല സമയവും മോശ സമയവും കാണാൻ സാധിക്കും. അടുത്ത വർഷം ജനുവരി വരെ നല്ല സമയമായിരിക്കും. ഭഗവാൻ ശിവനെ പ്രാർത്ഥിക്കുക. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരുടെ ബലമാണ്. ഇവർക്ക് നല്ല സമയമാണ്. അടുത്ത വിഷു വരെ നല്ല കാലമായിരിക്കും. മുരുകനെ പ്രാർത്ഥിക്കുക. രോഹിണി നക്ഷത്രക്കാർക്ക് മോശ സമയമാണ് ആഗസ്റ്റ് മാസം വരെ. അതിനൊരു മാറ്റം വരാനായി സാധിക്കും. വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക. മകയിരം നക്ഷത്രക്കാർക്ക് ധനുമാസം കഴിയുന്നതുവരെ മോശ സമയമാണ്. അടുത്ത വർഷത്തേക്ക് നല്ല സമയമായിരിക്കും. അയ്യപ്പനെയും ഗുരുവായൂരപ്പനെയും പ്രാർത്ഥിക്കുക. ക്ഷേത്രത്തിൽ പോവുക. തിരുവാതിര നക്ഷത്രക്കാർക്ക് മോശ സമയമാണ്. അടുത്ത വർഷത്തേക്ക് നല്ല സമയം കാണാൻ കഴിയും. മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക. ഈ ക്ഷേത്രത്തിൽ പോവുക. പുണർത്തം നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. ധനുമാസം വരുന്നതുവരെ നല്ല കാലമായിരിക്കും. ദേവീക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. പൂയം നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. 2026 വിഷുകാലം വരെ നല്ല കാലമായിരിക്കും. വിഷ്ണുവിനെയും ശിവനെയും പ്രാർത്ഥിക്കുക. ആയില്യം നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. ഏറ്റവും നല്ല കാലമാണ്. വരുന്ന മെയ് ജൂൺ കഴിയുന്നതുവരെ നല്ല സമയമായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ചു കഷ്ടതകൾ വരും. അത് സാരമില്ല. വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോകുന്നത് നല്ലതായിരിക്കും. മകം നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. അടുത്ത വിഷു വരെ നല്ല കാലമാണ്. ഭഗവതി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക. അടുത്തത് പൂരം നക്ഷത്രക്കാരുടെ ബലമാണ്. ഈ നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. ജീവിതത്തിൽ ഉയർച്ച വരുന്ന സമയമാണ്. ദേവിയുടെ അനുഗ്രഹമുള്ള സമയമാണ്. അടുത്തത് ഉത്രം നക്ഷത്രം. ഉത്രം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂല സമയമാണ്. 2025 ചിങ്ങം വരെ നല്ല സമയമാണ്. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും. അത്തം നക്ഷത്രക്കാർക്ക് മോശ സമയമാണ്. വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. ശിവനെ പ്രാർത്ഥിക്കുക. ചിത്തിര നക്ഷത്രക്കാർക്ക് മോശ സമയമാണ്. പരാജയ സമയം. ശിവനെ പ്രാർത്ഥിക്കുക. ചോതി നക്ഷത്രക്കാർക്ക് മോശ സമയമാണ്. ദേവീ ക്ഷേത്രത്തിൽ പോവുക. ധനുമാസം വരെ പ്രശ്നങ്ങളായിരിക്കും. വിശാഖം നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. ശിവനെ പ്രാർത്ഥിക്കുക. അനിഴം നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. അടുത്ത ചിങ്ങം വരെ. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നല്ല കാലമാണ്. 2024 വരെ ചിങ്ങം വരെയും അടുത്ത വിഷു വരെയും നല്ല കാലമായിരിക്കും. നാരായണനെയും ശ്രീകൃഷ്ണനെയും പ്രാർത്ഥിക്കുക. മൂലം നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. മുരുകനെ പ്രാർത്ഥിക്കുക. പൂരാടം നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. ശിവനെ പ്രാർത്ഥിക്കുക. ഉത്രാടം നക്ഷത്രക്കാർക്ക് വരുന്ന സെപ്റ്റംബർ വരെ നല്ല സമയമാണ്. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ദേവീ ക്ഷേത്രത്തിൽ പോവുക. തിരുവോണം നക്ഷത്രക്കാർക്ക് മോശ സമയമാണ്. വളരെ സൂക്ഷിക്കേണ്ട സമയമാണ്. ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുക. അവിട്ടം നക്ഷത്രക്കാർക്ക് മോശ സമയമാണ്. അയ്യപ്പ ക്ഷേത്രത്തിൽ പോവുക. അയ്യപ്പനെ പ്രാർത്ഥിക്കുക. ചതയം നക്ഷത്രക്കാർക്ക് മോശ സമയമാണ്. ശിവനെ പ്രാർത്ഥിക്കുക. ഡിസംബർ വരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് അടുത്ത വിഷു വരെ നല്ല സമയത്തിലൂടെയും മോശ സമയത്തിലൂടെയുമാണ് കടന്നു പോകുന്നത്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് നല്ല കാലമാണ്. കൃഷ്ണനെ പ്രാർത്ഥിക്കുക. രേവതി നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്. ജീവിതത്തിൽ നല്ല കാലമാണ്. മഹാവിഷ്ണുവിനെയും കൃഷ്ണനെയും പ്രാർത്ഥിക്കുക. ഞാനീ പറഞ്ഞതാണ് ഈ നക്ഷത്രക്കാരുടെ ഫലങ്ങൾ. തീർച്ചയായും ക്ഷേത്രങ്ങളിൽ പോവുക. പൂജ നടത്തുക. മോശം സമയമുള്ളവർ ആരും വിഷമിക്കേണ്ട. പ്രാർത്ഥിക്കുക. പരിശ്രമിക്കുക. നല്ല സമയം നിങ്ങൾക്ക് പെട്ടെന്ന് വന്നു ചേരും. അതുപോലെ നല്ല സമയമുള്ളവർ നിങ്ങളുടെ പ്രാർത്ഥനയും പരിശ്രമങ്ങളും ഉപേക്ഷിക്കരുത്. തുടരുക. ഇങ്ങനെ ഈ അധ്യായം അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.